ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. അനുഗ്രഹമേറിയ നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സത്യസഭ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥനയിലൂടെ അത് അവർക്ക് നേടിയെടുത്തു കൊടുത്ത് നാം ദൈവത്തിൻ്റെ വചനം അവരുടെ ഇടയിൽ എത്തിച്ച് അവരെയും സ്വർഗത്തിലേക്ക് ആദായപ്പെടുത്തുവാനുള്ള ഒരു വലിയ ദൗത്യത്തിലാണ് ഇന്ന് നാമും നിങ്ങളും ആയിരിക്കുന്നത്. കഴിഞ്ഞ പ്രസംഗത്തിൽ നാം മനസ്സിലാക്കിയത്, അങ്ങനെ ആ ദൗത്യം ഏറ്റെടുക്കുന്നവർ ഒരു മരുഭൂമിയ അവസ്ഥയിൽ അവർ കടന്നു പോകണം. ഈ ലോകത്തിൽ നിന്നും മാറി ജീവിക്കുവാനുള്ള, ലോകത്തിൻ്റെ പാപത്തിൽ നിന്നും മാറി ജീവിക്കുവാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായിരുന്ന വിശുദ്ധന്മാർ AD 538 മുതൽ AD 1798 വരെയുള്ള കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ വേല ശക്തിയോടുകൂടി ചെയ്ത ചരിത്രമുണ്ട് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞ പ്രസംഗത്തിൽ. അപ്രകാരം ദൈവത്തിൻ്റെ വചനം നാം ജനങ്ങളുടെ ഇടയിൽ സത്യത്തോടും ആത്മാവിനാലും സത്യത്തിലും ആത്മാവിലും നാം എത്തിക്കുവാൻ ശ്രമിക്കുമ്പോൾ, ദൈവം നമുക്ക് അധികാരം തന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അതെത്തിക്കുവാൻ ശ്രമിക്കുമ്പോൾ, നമ്മളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ എടുത്തു കളയുവാനും ദൈവവേല ചെയ്യണം എന്ന എരിവ് നമ്മളിൽ നിന്നും നശിപ്പിക്കുവാനും ഒരു വലിയ ശത്രു, ഒരു അപകടം നമ്മളെ കാത്തിരിക്കുകയാണ്. ഏതാണ് ആ ശത്രു, എന്താണ് ആ അപകടം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യം ഉള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ട് അവൻ കടൽപ്പുറത്തെ മണലിൽ മേൽ നിന്നു. പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, ദൈവത്തിൻ്റെ വേല ചെയ്യുവാനും ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അവരെ ദൈവത്തിൽ നിന്നും ദൈവമേ മാറ്റി പറിച്ചു കൊണ്ടുപോകുവാനും ദൈവവേല ചെയ്യുവാനുള്ള വാഞ്ച നശിപ്പിക്കുവാനും പിശാച് ശ്രമിക്കുന്ന തന്ത്രങ്ങളും വഴികളും മനസ്സിലാക്കി അതിൽ നിന്നും മാറി ജീവിക്കുവാനുള്ള പ്രബോധനം ഇന്ന് നൽകണമേ. എല്ലാം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഇവിടെ നാം നോക്കുമ്പോൾ മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. മഹാസർപ്പം പഴയ പിശാച് ആണെന്ന് നാം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലൂടെ കഴിഞ്ഞ പ്രസംഗങ്ങളിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. സ്ത്രീ സഭ, മഹാസർപ്പം സഭയോട് കോപിക്കുകയാണ്. ഇവിടെ 1260 വർഷം AD 538 മുതൽ AD 1798 ശേഷം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ വരവ് വരെയുമുള്ള സത്യസഭയെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവകൽപ്പന, അതായത് മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായ അവരുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട്, ശേഷിപ്പ് സഭ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നമുക്കെല്ലാവർക്കും, അല്ലെങ്കിൽ ശേഷിപ്പ് സഭ എന്ന് പറയുന്ന ആ വാക്ക്, ആ ഒരു പ്രവൃത്തി നമുക്കെല്ലാവർക്കും അറിയാം. പലരും പറയുന്നത് നമ്മളാണ് ശേഷിപ്പ് സഭ. കർത്താവായ യേശു ക്രിസ്തു ചേർക്കുവാൻ വരുന്ന ശേഷിപ്പ് സഭ നമ്മളാണ്. എന്നാൽ ശേഷിപ്പ് സഭയുടെ പ്രത്യേകത ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത, അതാണ് ശേഷിപ്പ് സഭ. ഈ ശേഷിപ്പ് സഭയോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി പിശാച് കടൽപ്പുറത്തെ മണലിന്മേൽ നിൽക്കുകയാണ്. എന്തിനാണ് ഈ കടൽപ്പുറത്തെ മണലിന്മേൽ നിൽക്കുന്നു എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ വെളിപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം
വായിക്കുമ്പോൾ 1ഉം 2ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ നിന്നും ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോടും വേശ്യാവൃത്തി ചെയ്ത വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കി കളയുന്നവരായി പെരുവെള്ളത്തിന്മേലിരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്നിവിടെ പറയുകയാണ്. ഇവിടെ പെരുവെള്ളത്തിന്മേലിരിക്കുന്ന ഒരു മഹാവേശ്യ, ഒരു സ്ത്രീയുണ്ട്. അതിനെ നാം സത്യസഭയെ ഒഴുക്കിക്കളയേണ്ടതിന്, അല്ലെങ്കിൽ സത്യസഭയെ മുടിച്ചു കളയേണ്ടതിന് പിശാച് ക്രമീകരിക്കുന്ന ഒരു തെറ്റായ സഭ, ഒരു എതിർ സഭ, സത്യസഭയ്ക്ക് എതിരായിട്ടുള്ള സഭ, ആ ഒരു സഭയാണ് എവിടെ ഇരിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ പെരുവെള്ളത്തിന്മേലാണ് ഇരിക്കുന്നത്. എന്താണ് പെരുവെള്ളം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. തെറ്റായ പഠിപ്പിക്കലുകൾ, തെറ്റായ സഭ, തെറ്റായ ദൈവവേല ജാതികളിലും വംശങ്ങളിലും സകല വ്യക്തികളുടെ ഇടയിൽ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, എൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ട്, സകല ജാതിയും ഗോത്രവും വംശവും ആയവരോട് അറിയിപ്പാനുള്ള ആ നിത്യ സുവിശേഷം ഇന്ന് എനിക്കും നിനക്കും ലഭിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെങ്കിൽ ഒരു മരുഭൂമി അവസ്ഥ കഴിഞ്ഞ പ്രസംഗത്തിൽ മനസ്സിലാക്കി നമുക്കാവശ്യമുണ്ട്. നാം പ്രാർത്ഥനയാലും ഉപവാസത്താലും ആ ഒരു ശക്തി, പരിശുദ്ധാത്മാവിനെ നാം പിന്മഴയുടെ അനുഭവം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത നമുക്കുണ്ടായിരിക്കുന്ന സമയത്ത് ഇവിടെ നാം നോക്കുമ്പോൾ കടൽപ്പുറത്തെ മണലിന്മേലാണ് പിശാച് നിൽക്കുന്നത്. പിശാച് ക്രമീകരിക്കുന്ന സഭ എവിടെ നിൽക്കുന്നു? ജനങ്ങളുടെ പെരുവെള്ളത്തിൽ, ആ കടൽപ്പുറത്ത്, കടലിൽ പിശാച് ക്രമീകരിക്കുന്ന സഭയും പിശാച് യുദ്ധം ചെയ്യുവാൻ കടൽപ്പുറത്തെ മണലിന്മേലും നിൽക്കുന്നു. എന്താണ് ഇതിനെ സൂചിപ്പിക്കുന്നത്? വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ജനങ്ങൾ എന്ന് പറയുന്നത് വംശങ്ങളും ജാതികളും ജനങ്ങൾ കടലിനെ സൂചിപ്പിക്കുന്നു. ആ കടലിൻ്റെ ഇടയിൽ, അതിൻ്റെ പുറത്താണ്, ജനങ്ങളുടെ ഇടയിലാണ് ഇവിടെ പിശാചിൻ്റെ സഭ, സത്യസഭയെ ഒഴുക്കിക്കളയുവാൻ പിശാചിൻ്റെ സഭ എന്ന് പറയുമ്പോൾ അത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തൻ്റെ വായിൽ നിന്നും നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. വെള്ളമല്ല, ഭൂമി സ്ത്രീക്ക്. ഇതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കുവാൻ പോവുകയാണ്. ഇവിടെ പറയുന്നത് സത്യസഭ എന്ന ദൈവത്തിൻ്റെ വചനം സത്യമായിട്ട് പഠിപ്പിക്കുന്ന, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും സത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സത്യസഭയുണ്ട്. ആ സഭയെ ഒഴുക്കിക്കളയേണ്ട തെറ്റായ പഠിപ്പിക്കലുകൾ ജനങ്ങളുടെ ഇടയിൽ പിശാച് എത്തിച്ചിട്ടുണ്ട്. എപ്രകാരം എത്തിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ഇവിടെ മൃഗം എന്ന് പറയുന്നത് രാജാക്കന്മാർ അല്ലെങ്കിൽ രാഷ്ട്രം. ഇന്ന് സഭ രാഷ്ട്രത്തോടു കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതിന് പിശാച് അധികാരം കൊടുത്തു. ദൈവത്തിൻ്റെ വചനത്തെ കോട്ടിക്കളയുന്ന പഠിപ്പിക്കലുകളുള്ള സഭകൾ ഇന്ന് ജനങ്ങളുടെ ഇടയിൽ നിൽക്കുകയാണ് എന്നിവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് നാം നോക്കുമ്പോൾ ഇവിടെ അത് ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നു. പിശാച് സത്യസഭയോട് യുദ്ധം ചെയ്യുവാൻ കടൽക്കരയിൽ നിൽക്കുന്നു. എന്താണ് ഇതിൻ്റെ വലിയ അർത്ഥം എന്ന് നാം നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി.
ഇവിടെ നാം നോക്കുമ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായ ദൂഷണനാമങ്ങൾ നിറഞ്ഞുള്ള കടും ചുമപ്പുള്ള മൃഗത്തിന്മേലിരിക്കുന്ന സ്ത്രീ ഇപ്പോൾ വ്യക്തമായെന്ന് തോന്നുന്നു. ആദ്യം പെരുവെള്ളത്തിൽ ഇരിക്കുന്ന സ്ത്രീ, കുറച്ചും കൂടെ വ്യക്തമാക്കുന്നത് പെരുവെള്ളത്തിൽ മൃഗത്തിൻ്റെ മേലിരിക്കുന്നു. ആ മൃഗം രാഷ്ട്രമാണ്. തെറ്റായ സഭ, തെറ്റായ പഠിപ്പിക്കൽ കൊടുക്കുന്ന സഭ രാഷ്ട്രത്തോടും രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയോടും ചേർന്ന് നിന്നുകൊണ്ട് ദൈവസഭയ്ക്ക് എതിരായുള്ള തെറ്റായ വചനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്ന ആ മൃഗത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഈ സഭയെക്കുറിച്ചാണ് വ്യക്തമായിട്ടിവിടെ പറഞ്ഞിരിക്കുന്നത്. അത് വെള്ളത്തിലിരിക്കുകയാണ്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ദർശനം ലഭിക്കുവാൻ വേണ്ടി, ഇതിനെക്കുറിച്ചുള്ള ദർശനം കൊടുക്കുവാൻ വേണ്ടി ഇവിടെ വെളിപ്പാടുകാരനായ യോഹന്നാനെ ഇവിടെ ദൈവം കൂട്ടിക്കൊണ്ട് പോകുന്നത് മരുഭൂമിയിലാണ്. എന്താണ് മരുഭൂമി എന്ന് നാം കഴിഞ്ഞ പ്രസംഗത്തിലൂടെ മനസ്സിലാക്കി. എന്നാൽ ഇപ്പോഴും കുറച്ച് അതിൻ്റെ ചെറിയൊരു വെളിച്ചവും കൂടെ നൽകുവാൻ, കഴിഞ്ഞ പ്രസംഗത്തിൻ്റെ ചെറിയ കാര്യങ്ങളും കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. മരുഭൂമി എന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ നിന്നും നാം കയറി മരുഭൂമിയിലേക്ക് പോകണം. കർത്താവായ യേശു ക്രിസ്തു സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്നും കയറിയതിന് ശേഷം മരുഭൂമിയിലേക്ക് 40 രാവും 40 പകലും തന്നെ ക്രമീകരിക്കുവാനുള്ള ഒരു വലിയ സാക്ഷ്യം, ഒരു വലിയ പാത നമുക്ക് കാണിച്ചു എന്ന് കാണുവാൻ സാധിക്കും. ജനങ്ങൾ സത്യസഭ എന്താണെന്നും സത്യം എന്താണെന്നും അറിയാതെ അനേക ജനങ്ങൾ തിങ്ങിക്കൂടി ശീതവാനും ഉഷ്ണവാനുമാവുന്ന അവസ്ഥയുടെ ആ സമുദ്രത്തിൽ നിൽക്കുകയാണ്. അതിൽ മൃഗത്തിൻ്റെ മുകളിൽ ആ തെറ്റായ സഭ ഇരിക്കുകയാണ്. ആ വെള്ളത്തിൽ നിന്നും കയറി നമ്മൾ മരുഭൂമിയിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ട്. അതായത് ഈ ലോകത്തിൻ്റെ സുഖലോലങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നാം പ്രാർത്ഥനയാലും ഉപവാസത്താലും പരിശുദ്ധാത്മാവിന് വേണ്ടി നാം കാത്തിരിക്കേണ്ട ആവശ്യമുണ്ട്. മാളിക മുകളിൽ അവിടെ ശിഷ്യന്മാർ കാത്തിരുന്നത് പോലെ ആദ്യകാല സമയത്ത് പാറയുടെ ഇടയിലും കാട്ടിൽ വലിയ മരങ്ങളുടെ ഇടയിലും വലിയ കുറ്റിക്കാട്ടിലെ ഇടയിലും അവർ ദൈവത്തിൻ്റെ വചനം അവരോടുകൂടി നശിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി അവരുടെ പ്രാണനെ അവർ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ജീവിച്ച വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് നമ്മൾ ഈ ലോകത്തിൻ്റെ സുഖങ്ങളെല്ലാം നാം മാറ്റിവെച്ച് അല്പനേരം ദൈവം നമുക്ക് നൽകുവാൻ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്, പിന്മയുടെ അനുഭവം, ദൈവം നമുക്ക് നൽകി ഇരിക്കുന്ന അധികാരം നാം നേടിയെടുക്കുവാൻ വേണ്ടി മരുഭൂമിയുടെ അവസ്ഥ നമുക്ക് ഉണ്ടോ? പ്രാർത്ഥനയാലും ഉപവാസത്താലും നാം നേടിയെടുക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ മരുഭൂമിയിലേക്കാണ് വിളിച്ചു കൊണ്ടുപോകുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ഇന്ന് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ സൃഷ്ടാവ്, വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. എന്തിനാണ്? നമുക്ക് ദിവ്യ ദർശനങ്ങൾ മനസ്സിലാക്കി തരുവാൻ, മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി. ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇവിടെ ജനങ്ങളുടെ ഇടയിൽ തെറ്റായ സഭ നിൽക്കുന്നു. എന്നാൽ യഥാർത്ഥ സഭയെ വാർത്തെടുക്കുന്നത് മരുഭൂമിയിലാണ്. ജനങ്ങളുടെ ഇടയിൽ നിന്നും വലിച്ചെടുത്ത് മരുഭൂമിയിൽ കൊണ്ട് യഥാർത്ഥ സഭയെ വാർത്തെടുക്കും. ഇസ്രായേൽ ജനങ്ങളെപ്പോലെ അവിടെ യഥാർത്ഥ സഭയെ വാർത്തെടുത്ത് ദിവ്യ ദർശനങ്ങളെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് മരുഭൂമിയിൽ മാത്രം നിർത്തത്തില്ല. ഈ വ്യക്തികളെ എവിടെ കൊണ്ട് നിർത്തുമെന്ന് പറഞ്ഞാൽ കടലിൻ്റെ കരയിൽ കൊണ്ട് നിർത്തും. വിശുദ്ധന്മാരെ, ദൈവം ജനങ്ങളെ എല്ലാ ജനങ്ങളുടെ ഇടയിൽ കൂട്ടത്തിൽ നിന്നും സമുദ്രത്തിൽ നിന്നും വലിച്ചു കയറ്റി മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുപോയതിന് ശേഷം ആ കടൽക്കരയിൽ തന്നെ ജനത്തിൽ നിന്നും മാറി കടൽക്കരയിൽ കൊണ്ടുവന്നു. എന്തിനാണ്? നിങ്ങളെ ഞാൻ മത്സ്യം പിടിക്കുന്നവരല്ല, ഇനി മനുഷ്യരെ പിടിക്കുന്നവരാക്കുവാൻ വേണ്ടി. ആ കടലിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. കടൽക്കരയിൽ നിന്നുകൊണ്ട് തന്നെ അനേക മത്സ്യങ്ങൾ, അനേക വ്യക്തികൾ
ദൈവത്തിൻ്റെ വചനം അറിയുവാനും അതിൻ പ്രകാരം ജീവിക്കുവാനും ആ കടലിലുണ്ട്. അവരെ നാം സുവിശേഷമാകുന്ന ആ സുവിശേഷത്തിൻ്റെ ആ വലയമാകുന്ന വലയാൽ അവരെ നാം പിടിച്ച് അവരെ രക്ഷിച്ച് ഈ കടൽപ്പുറത്തെ മണലിന്മേൽ നിൽക്കണം. നാം നോക്കുമ്പോൾ കടലിനെ പിശാച് സത്യമേതാണെന്നും കള്ളമേതാണെന്നും അറിയാതെ അവരെ ഒരു കൺഫ്യൂഷനാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് ബാബിലോൺ, കൺഫ്യൂഷൻ. അതാണ് കടലിൻ്റെ അവസ്ഥ, ലോകത്തിൻ്റെ അവസ്ഥ. ലോകത്തിൽ നിന്നും മാറി നിൽക്കണം, കടലിൽ നിന്നും മാറി കടൽക്കരയിൽ നിൽക്കണം. ആ കടൽക്കരയിൽ നമ്മൾ നിൽക്കണമെങ്കിൽ അതിന് മരുഭൂമിയിലെ അവസ്ഥ നമുക്കുണ്ടായിരിക്കണം. ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്ത് കൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കടലിലേക്ക് ഇറങ്ങുവാനുള്ള ആകർഷണം ലഭിക്കാതെ കടൽക്കരയിൽ നിൽക്കുവാൻ സാധിക്കുന്നത്. പലപ്പോഴും കടലിൽ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് കടൽക്കരയിൽ വെച്ച് അവിടെ കേരളത്തിലായിരിക്കുമ്പോൾ അവിടുത്തെ ചൊവ്വര കടൽക്കര, കോവളം, ഈ സ്ഥലത്തൊക്കെ ചിലപ്പോൾ നമ്മൾ യൗവനക്കാരെ കൊണ്ട് പോകാറുണ്ട്. അവിടെ ചെന്ന് പ്രകൃതിയിൽ പോയി ചെന്ന് ആരാധിക്കുകയും, പ്രകൃതിയെ ആരാധിക്കുകയല്ല, പ്രകൃതിയിൽ നിന്ന് സൃഷ്ടാവിനെ ആരാധിക്കുകയല്ല ചെയ്യുമ്പോൾ അവിടെ അവസാനം അതല്ല സൺഡോൺ വർഷിപ്പ് കഴിഞ്ഞിട്ട് പിള്ളേർ പറയും, നമ്മളിന്ന് കടലിൽ ഇറങ്ങിക്കോട്ടെ. തീർച്ചയായിട്ടും ഇറങ്ങിക്കോ, പാസ്റ്റർ ഇറങ്ങുന്നില്ലേ എന്ന് ചോദിക്കും. ഞാൻ ഇറങ്ങുന്നില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ ഷൂ ഒന്ന് പതുക്കെ മാറ്റി വയ്ക്കും, പാൻറ്റ് ഒന്ന് 2 മടക്ക് മടക്കും, ചെറിയ ഒരു തിര കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. അവസാനം അങ്ങനെ ചെയ്തു അവസാനം ഞാൻ കൊണ്ടുപോയ യുവജനങ്ങൾ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയാൽ മാത്രമേ പിന്നെ നമുക്ക് വീട്ടിലെത്തുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ കടലിൽ നമ്മൾ പോകുമ്പോൾ ആരായിരുന്നാലും ഒന്നിറങ്ങുവാൻ, ചെറിയ ഒരു വെള്ളം നനയുവാൻ തോന്നുന്ന ഒരു വ്യക്തികളാണ്. ഇവിടെ നാം നോക്കുമ്പോൾ ഈ കടൽ എന്ന് പറയുന്നത് കൺഫ്യൂഷൻ, ബാബിലോൺ തെറ്റും ശരിയും എല്ലാം ഒരുമിച്ച് കൊണ്ടിട്ട് ദൈവത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന വലിയ ജാതി അവിടെ നിൽക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുവാനുള്ള ഒരു മനോഭാവം ഇല്ലാതെ ഇരിക്കുന്ന വ്യക്തി ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയുള്ളവനായിരിക്കും. ആ സഹിഷ്ണുത ലഭിക്കണമെങ്കിൽ കടലിൽ നിന്നും നാം കയറി വന്ന് മരുഭൂമിയുടെ അവസ്ഥ നമുക്കുണ്ടായിരിക്കണം. പ്രാർത്ഥനയാലും ഉപവാസത്താലും അത് നേടിയെടുക്കണം. അത് നേടിയെടുത്തതിന് ശേഷം ആ കടൽക്കരയിൽ നിന്നുകൊണ്ട് അവിടെ കടലിൽ ഇരിക്കുന്ന മൃഗത്തിൻ്റെ മേലിരിക്കുന്ന ആ സഭയോട് ചേരാതെ, കടലിലേക്ക് ഇറങ്ങാതെ, ഞാൻ സുവിശേഷമാകുന്ന വലയെ ആ കടലിൽ എറിഞ്ഞ് അനേക മീനുകളെ ആ സുവിശേഷമാകുന്ന വലയത്തിലേക്ക് കൊണ്ടുവന്ന് കടൽക്കരയിൽ ക്രിസ്തുവിന് വേണ്ടി നിൽക്കും. കടലിൽ നിൽക്കുമ്പോൾ അവിടെ കടലിലുള്ള ശ്വാസം ശ്വസിക്കേണ്ടി വരും. മണൽത്തരിയിൽ നിൽക്കുമ്പോൾ അവർ ക്രിസ്തുവിൻ്റെ ആ നിത്യജീവൻ്റെ ശ്വാസം ശ്വസിച്ചുകൊണ്ട് ഇവിടെ കടൽക്കരയിൽ നിൽക്കുന്ന അവസ്ഥ. അങ്ങനെ കടൽക്കരയിൽ നിൽക്കുന്ന ആ ഒരു സഭയോട്, ആ ഒരു ശേഷിപ്പ് സഭയോട് യുദ്ധം ചെയ്യുവാനാണ് പിശാച് ഇവിടെ കടൽപ്പുറത്ത് മണലിന്മേൽ നിൽക്കുന്നു എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നമ്മൾ എവിടെയാണ് ആയിരിക്കുന്നത്? ഇന്ന് കടൽക്കരയിലായിരിക്കുന്നു എങ്കിൽ ഇറങ്ങി വരിക, കയറി വന്ന് മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് പോകണം. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ ആ കടൽക്കരയിൽ നിന്നും പിടിച്ചു കൊണ്ടുവന്ന് നേരെ വീണ്ടും ആ മണലിലേക്ക് നിർത്തിയിട്ട് നിങ്ങൾ സുവിശേഷം എത്തിക്കുക എന്ന് ഇവിടെ പറഞ്ഞില്ല. നിങ്ങൾക്ക് ഒരു അപ്പർ റൂം എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരു മാളിക മുകളിലെ അനുഭവം നിങ്ങൾക്ക് വേണം. അവിടെ നിങ്ങൾ ഒരു മരുഭൂമിയെ അനുഭവം, ലോകത്തിൽ നിന്നും മാറിയുള്ള ഒരു അനുഭവം, അവിടെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കും. അവിടെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ ഒരു അധികാരം ലഭിക്കും. സകല വ്യാധികൾ മാറ്റുവാനുള്ള, സകല രോഗങ്ങൾ ഭത്സിക്കുവാനുള്ള
അശുദ്ധാത്മാവിനെ ഭത്സിക്കുവാനുള്ള ആ ഒരു അധികാരം ലഭിക്കും. എന്നിട്ട് മരുഭൂമിയിൽ നിന്നും നേരെ കടൽപ്പുറത്തെ മണലിന്മേൽ നിൽക്കണം. കാരണം കടലിനകത്തുള്ള അനേക വ്യക്തികൾ രോഗസൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു നേരം ആരെങ്കിലും വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സത്യവചനം എത്തിക്കുക. അനേക യൗവനക്കാർ അവർ മയക്കുമരുന്നിനും അവർ മറ്റ് എല്ലാത്തിനും അവർ അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും വലിയ അടിമത്തം മയക്കുമരുന്നിനോ മദ്യപാനത്തിനോ ഇല്ല, നമ്മുടെ കയ്യിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ആ മൊബൈൽ ഫോൺ തന്നെയാണ്. അതിലുള്ള തെറ്റായ വീഡിയോകൾ കണ്ട് അതിൻ്റെ ഉപയോഗം അധികമായി തങ്ങളുടെ സമനില തന്നെ തെറ്റി എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മാറി നല്ലൊരു ജീവിതം നയിക്കണം എന്ന് ചിന്തിക്കുന്ന അനേക യൗവനക്കാർ ഇന്ന് ആ കടലിൽ കിടക്കുകയാണ്. സഭയിലെ യൗവനക്കാർ, ദ അഡ്വന്റിസ്റ്റ് യൂത്ത്, പുനരാഗമനകാംക്ഷികളായ യൗവനക്കാർ, യുവജനങ്ങൾ, നിങ്ങൾക്കാണ് ഈ വേല ഇന്ന് നൽകിയിരിക്കുന്നത്. നിങ്ങളത് അവരുടെ ഇടയിൽ അതെത്തിക്കണമെങ്കിൽ നിങ്ങളും കടലിൽ കിടന്നാൽ പോരാ. അതിൽ നിന്നും ഒരു വ്യത്യസ്ത ജീവിതം, ക്രിസ്തു ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾക്ക് വേണം. അതിന് മരുഭൂമി അവസ്ഥ, കടലിൽ നിന്നും കയറി വന്ന് മരുഭൂമിയിലേക്ക് പോവുക. കർത്താവായ യേശു ക്രിസ്തു 40 രാവും 40 പകലും അവിടെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരുന്നതുപോലെ നമുക്ക് ദൈവം പരിശുദ്ധാത്മാവ് നൽകുന്നു എന്ന് നമുക്ക് ധൈര്യം ഉറപ്പ് വരുന്നതുവരെ പ്രാർത്ഥനയാലും ഉപവാസത്താലും നാം ഉപവാസത്താലുമായിരിക്കുവാനും ദൈവം നമുക്ക് ആ ഒരു അധികാരം ലഭിക്കുമ്പോൾ വീണ്ടും ഓടിച്ചെന്ന് കടലിലേക്ക് ചാടാതെ കടൽ കരയിൽ നിൽക്ക്. നമ്മുടെ സഭയിൽ ഓരോ ആരാധന കഴിയും തോറും കടലിൽ നിന്നും കയറി വരും, ആ വെള്ളമൊക്കെ കൊണ്ട് കടൽ കരയിൽ നിൽക്കും. ആരാധന കഴിയുമ്പം വീണ്ടും കടലിലേക്ക് പോകും. ഓരോ ആരാധനയും ഓരോ കൂട്ടായ്മയും കുടുംബത്തിലുള്ള ഓരോ സന്ധ്യാരാധനയും പ്രഭാതാരാധനയും ദൈവം നമ്മളെ മരുഭൂമിയിലേക്ക് വിളിക്കുകയാണ്. എന്തിനാണ്? ദിവ്യ ദർശനങ്ങളിൽ. കടലിനെ വിട്ട് മരുഭൂമിയിലേക്ക് വാ. ആ ദിവ്യ ദർശനങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ, ആ അധികാരം ലഭിക്കുമ്പോൾ, ആ പരിശുദ്ധാത്മ നിറവ് ലഭിക്കുമ്പോൾ, ആ പിന്മഴയുടെ അനുഭവം ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പിന്നെ കടലിലേക്ക് ഇറങ്ങിച്ചെല്ലില്ല. കടൽക്കരയിൽ നിന്നുകൊണ്ട് അനേക മീനുകളെ സത്യസഭയിലേക്ക് ആകർഷിക്കും. അനേക ജനങ്ങളെ സത്യസഭയിലേക്ക് ആകർഷിക്കും. അവിടെ യുദ്ധം ചെയ്യുവാൻ പിശാച് കടൽപ്പുറത്തെ മണലിന്മേൽ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. നിനക്കും എനിക്കും വേണ്ടി യുദ്ധം ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കടലിൽ കിടന്നുകൊണ്ട് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ദൈവം കരം തരികയാണ്. അല്പവിശ്വാസിയെ, നീ എഴുന്നേറ്റുവാ. എന്തിനാണ് കടലിൽ കിടന്ന് മുങ്ങിച്ചാവുന്നത്? നീ വന്ന് പ്രാർത്ഥനയാൽ നീ ഇരിക്കുക. പ്രാർത്ഥനയാലും ഉപവാസത്താലും ഇരുന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നേടിയെടുക്കുക. എന്നിട്ട് നീ കടൽക്കരയിൽ നിൽക്ക്. അവിടെ നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ക്രിസ്തുവായിരിക്കും. അപ്രകാരമുള്ള ഒരു ശക്തിയേറിയ സുവിശേഷം നമ്മളിലൂടെ ദൈവം എത്തിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ ദൈവമേ, അങ്ങടിയങ്ങളെ ദൈവമേ കടൽപ്പുറത്തെ മണലിന്മേൽ നിർത്തുമ്പോൾ പിതാവേ പിശാച് അത് ഒഴുക്കിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ ദൈവമേ അടിയങ്ങൾക്ക് വേണ്ടി അങ്ങ് യുദ്ധം ചെയ്യുമെന്ന് അങ്ങ് വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. പിതാവേ, അടിയങ്ങളെ അതിനായി ഒരുക്കുവാൻ അങ്ങ് സഹായിക്കണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.